തൃശൂർ മരത്താക്കരയിൽ ഫർണിച്ചർ ഷോറൂമിൽ ഇന്ന് വെളുപ്പിന് വൻ തീപിടുത്തമുണ്ടായി. പുലർച്ചെ 3:30 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആളപായം അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഈ വലിയൊരു ഫർണിച്ചർ ഷോറൂമിനാണല്ലോ തീ പിടിച്ചത്. തീ മറ്റുള്ള കടകളിലേക്ക് പടർന്നില്ല, അതും ആശ്വാസം. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയൊരു തീപിടുത്തമാണ് തൃശൂർ മരത്താക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഫർണിച്ചർ ഷോറൂമാണ്. അവിടെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. 11:30 വരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഷോറൂമിൽ ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ജീവനക്കാർ ഇവിടെ നിന്ന് മടങ്ങി. 1:30യോടുകൂടിയാണ് ഈ ഷോറൂമിനകത്തു നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത്. സമീപത്തെ കെട്ടിടത്തിലെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സെക്യൂരിറ്റിയാണ് ഈ വിവരം ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനും കൈമാറുന്നത്. പക്ഷേ ഫയർഫോഴ്സ് ഇവിടെ എത്തുന്ന സമയത്ത് 2:30യോടുകൂടി ഫയർഫോഴ്സിന് കോൾ ലഭിക്കുന്നു. പക്ഷേ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നു, പുക നിറഞ്ഞു നിൽക്കുന്നു. ഈ കെട്ടിടം തന്നെ പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. പിന്നീട് 3 പോയിന്റുകളിലൂടെ ഫയർഫോഴ്സ് നിരന്തരം ഇതിനകത്തേക്ക്, ഈ ഗോഡൌൺ ഷോറൂമിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ തന്നെ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചു. തുടർച്ചയായി ഈ ഗോഡൌണിലേക്ക് മണിക്കൂറുകൾ നീളുന്ന തരത്തിൽ ഈ വെള്ളം പമ്പ് ചെയ്തതോടുകൂടിയാണ് ഇതിനകത്തേക്ക്, മുൻവശത്തു കൂടിയെങ്കിലും ഫയർഫോഴ്സിന് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ഇതിന് പുറകുവശത്ത്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മൾ ഇതിന്റെ പിൻഭാഗമാണ്. ആ പിൻഭാഗത്ത് ഒത്തിരി മരത്തടികൾ, അതായത് ഈ ഫർണിച്ചർ നിർമ്മിക്കുന്നതിനുള്ള മരത്തടികൾ അടക്കം സൂക്ഷിച്ചിരുന്നത് അവിടെയായിരുന്നു. പക്ഷേ അവിടെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നത് അപ്പോഴും ഫയർഫോഴ്സിന് അസാധ്യമായിരുന്നു. ഇപ്പോഴും ആ മേഖലയിൽ തീ കെട്ടിട്ടില്ല. തീ കെടുത്താനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത്. അതായത് 2:30യോടുകൂടി തുടങ്ങിയ തീപിടുത്തം, അങ്ങനെയെങ്കിൽ ഫയർഫോഴ്സിന് കോൾ ലഭിച്ച പ്രകാരമാണെങ്കിൽ 2:30യോടുകൂടി തീ കെടുത്താൻ ശ്രമം തുടരുകയാണ്. പക്ഷേ അപ്പോൾ മുതൽ ഇതുവരെയും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം, അതായത് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ ഷോറൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. വലിയ ഷോറൂമാണ്, വലിയ ഷോറൂം, അത് വലിയ ഉയരത്തിലുള്ള ഷോറൂമാണ്. മുകളിൽ ജിപ്സം ഷീറ്റ് മേഞ്ഞിരിക്കുന്നു. അതിന് താഴെ ഇതിന്റെ വർക്കുകൾ, അതായത് ഇന്റീരിയർ വർക്കുകൾ അടക്കം ചെയ്തിരുന്നു. ഈ ഇന്റീരിയറിനടക്കം തീ പിടിച്ചതാണ് ഇത്തരം ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ചെല്ലാം തന്നെ ഈ തീ അണച്ചതിന് ശേഷം ഇന്ന് പകൽ വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അവശേഷിക്കുന്ന തീ കൂടി കെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അംഗങ്ങളുള്ളത്. ഓക്കെ, താങ്ക് യു സൂരജ് ജി.